വെൽക്കം ടു ഗാർഡനിങ്. ഞാൻ അതില്ല രവീന്ദ്രൻ. അപ്പോൾ ഈ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെടികളാണ് ഫ്ലവറിങ് പ്ലാന്റ്സ്. മനോഹരമായ പൂക്കൾ എല്ലാവരുടെ ഗാർഡനിലും നന്നായി വിരിഞ്ഞ് നിൽക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരുപാട് ഫ്ലവറിങ് ചെടികൾ വാങ്ങി വീട്ടിൽ വന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നശിച്ചു പോയി. എന്നിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഞാനടക്കം പണ്ട് അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് ഒരു ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങും, വീട്ടിൽ കൊണ്ടുവരും, കുറച്ച് കാലം കഴിയുമ്പോൾ നശിച്ചു പോവും. അപ്പോൾ വിഷമമോ അയ്യോ പൈസ പോയില്ലോ എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ചെടികൾ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ചെടികളാണ്, ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് നമ്മൾ വാങ്ങേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിന് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പറ്റും: ആനുവൽ പ്ലാന്റ്സ്, ബൈനിയൽ പ്ലാന്റ്സ് ആൻഡ് പെരിനിയൽ പ്ലാന്റ്സ്. അപ്പോൾ ആനുവൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമാണ് അതിൻ്റെ ജീവിതചക്രം. ആ ഒരു വർഷത്തിനുള്ളിൽ അതെന്ത് ചെയ്യും? അത് ജെർമിനേറ്റ് ചെയ്യും, അത് ഇലകളൊക്കെ വരുത്തും, അത് ഫ്ലവർ വരുത്തും, അത് സീഡ് ഉണ്ടായി അത് നശിച്ചു പോകും. അങ്ങനെയുള്ള ചെടികളാണ് ആനുവൽ ഫ്ലവേഴ്സ്. ബൈനിയൽ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി 2 വർഷമാണ്. ആദ്യത്തെ വർഷം അത് ചെടികൾ ജെർമിനേറ്റ് ചെയ്ത് അതിൻ്റെ ഇലകളും സ്റ്റെമ്മുകളൊക്കെ വരാനായിട്ട് നോക്കും. 2ാമത്തെ വർഷം അത് ഫ്ലവർ ചെയ്ത് അതിൻ്റെ സീഡ് ഉണ്ടായിട്ട് അത് നശിച്ചു പോകും. അതാണ് ബൈനിയൽ. പിന്നെ പെരിനിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 2 ഇയേഴ്സ് നമുക്ക് കിട്ടും. അതായത് ഒരുപാട് വർഷം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് പെരിനിയൽ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മളൊരു ചെടി വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു ആനുവൽ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നു, അത് ഒരു വർഷത്തിനുള്ളിൽ നാശമാവും. അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മളത് വളർത്തിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ നശിച്ചു പോയി, എന്നിട്ട് അത് ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? കാരണം അതിൻ്റെ ജീവിതചക്രം അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് വാങ്ങണേന്ന് നോക്കാം. ഫസ്റ്റ് ആനുവൽ ഫ്ലവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സീസണൽ ഫ്ലവേഴ്സാണ്. അതായത് ഒരു സീസണിൽ അത് ഫ്ലവർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ആനുവൽ ഫ്ലവേഴ്സ് വാങ്ങുന്നത്, അതായത് അത് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. സീസണൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നമുക്ക് ആ സീസണിൽ ആ ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങി വളർത്താം. നമ്മുടെ ഗാർഡൻ ഒരുപാട് ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞ് ആ സീസൺ കഴിയുമ്പോൾ നമുക്ക് അത് നശിച്ചു പോകും. പിന്നെ നെക്സ്റ്റ് സീസണിൽ നമുക്ക് ആ പ്ലാന്റ്സിനെ വീണ്ടും വാങ്ങിയിട്ട് വളർത്താം. അപ്പോൾ അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ ഗാർഡനിൽ ഓരോരോ ഫ്ലവറിങ് പ്ലാന്റ്സിനെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ബൈനിയൽ പ്ലാന്റ്സും ഇതേ ആനുവൽ പ്ലാന്റ്സിൻ്റെ പോലെയാണ്, ഒരു 2 ഇയേഴ്സൊക്കെ വരുള്ളൂ. അതും നമുക്കതുപോലെ തന്നെ ഒരു 2 വർഷം കൂടുമ്പോഴൊക്കെ വാങ്ങി വളർത്താം. ഇനി നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഫ്ലവറിങ്ങൾ വേണമെന്ന് വിചാരിക്കുക, പൂക്കൾ ഒരുപാട് വേണം, എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അതിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് പെരിനിയൽ പ്ലാന്റ്സ്. അതായത് അത് ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ നിലനിൽക്കും. നമുക്കിഷ്ടം പോലെ ഫ്ലവേഴ്സ് എന്നും നമ്മുടെ എല്ലാ സീസണിലും തന്നെ അത് ഫ്ലവർ ചെയ്ത് നമ്മുടെ ഗാർഡനിൽ നിർത്തും. അപ്പം ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആനുവൽ പ്ലാന്റ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സാമ്പിളാണ് വിഷ് ബോൺ ഫ്ലവേഴ്സ്. അപ്പോൾ വിഷ് ബോൺ ചെടികൾ വളർത്തിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. ആ ഒരു സീസണിൽ മാത്രമാണ് അത് വളരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. പക്ഷേ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. വളരെ സ്മോളായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പല കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് വിഷ് ബോൺ പ്ലാന്റ്സ്. അതിൻ്റെ കെയറിങ് ആയാലും വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ആ ഒരു സീസണിൽ നമുക്ക് സൂപ്പറായിട്ട് ഒരു മഴക്കാലമൊക്കെ വരുമ്പോഴാണ് കൂടുതലും വിഷ് ബോൺ ഫ്ലവേഴ്സ് ഉണ്ടാവുക. സൂപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ആനുവൽ പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിളാണ് ക്രൈസാന്തിമം, അതായത് ജമന്തി. ഈ ടൈപ്പ് ഓഫ് ജമന്തികൾ ഒരുപാട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ജമന്തി തന്നെ 2 തരത്തിലുണ്ട്. ആനുവൽ പ്ലാന്റ്സ് ഉണ്ട്, പെരിനിയൽ പ്ലാന്റ്സ് ഉണ്ട്. അതായത് പെരിനിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്ന ജമന്തികളുണ്ട്. അതുപോലെ ഹൈബ്രിഡ് പോലുള്ള ജമന്തികളുണ്ട്. അതായത് ഒരു വർഷം മാത്രമാണ്. ഇതിപ്പോൾ ഒരു ഹൈബ്രിഡ് ജമന്തിയാണ്. ഇത് ഈ ഒരു സീസണിൽ മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകും. അല്ലാതെ തന്നെ നമുക്ക് എന്നും ഫ്ലവർ തരുന്ന ഒരുപാട് കാലം നിൽക്കുന്ന ടൈപ്പ് നാടൻ ടൈപ്പ് ജമന്തികളും ഉണ്ട്. അതാണ് ഈ ജമന്തിയാണ് ഒരു ആനുവൽ ഫ്ലവറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വളരെ തണലുള്ള സ്ഥലത്തും വളർത്താൻ പറ്റുന്ന ഒരു ആനുവൽ ഫ്ലവേഴ്സാണ് ഇംപേഷ്യൻസ്.
അപ്പോൾ ഇംപേഷ്യൻസ് നമുക്ക് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇംപേഷ്യൻസ് ചൂസ് ചെയ്യാം. അത് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പക്ഷെ നമുക്ക് അടുത്ത വർഷത്തേക്കും അതിന് എടുക്കാൻ പറ്റും. അത് വളരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതുപോലെ ആ ചെടി വളർന്ന് ഒരു പരിവാകുമ്പോൾ അത് നശിക്കാറാവുമ്പോഴും അതിന് മുമ്പായിട്ട് അതിൻ്റെ വീണ്ടും കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ലാസ്റ്റായിട്ട് ആ ചെടികൾ നമ്മുടെ കയ്യിൽ നിർത്താൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫ്ലവറാണ്, നല്ലൊരു ആനുവൽ ഫ്ലവേഴ്സാണ് ഇംപേഷ്യൻസ്. അതുപോലെ തന്നെ സീനിക, ഡാലിയ, അതുപോലെയുള്ള എല്ലാ ചെടികളും തന്നെ ആനുവൽ ഫ്ലവേഴ്സാണ്. അതിന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കാലം കൂടി നമ്മുടെ കയ്യിൽ നിർത്താൻ പറ്റും. പിന്നെ വേറൊരു പ്ലാന്റ്സ് ആണ് പിറ്റൂണിയാസും ഇതുപോലെ തന്നെ നമുക്ക് ആനുവൽ ഫ്ലവേഴ്സാണ്. കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. നമുക്ക് ആ സീസൺ അനുസരിച്ച് വാങ്ങാം. പിന്നെ അടുത്ത സീസൺ ആകുമ്പോൾ നമുക്ക് അടുത്ത പിറ്റൂണിയാസ് വാങ്ങി വളർത്താം. പിന്നെ നെക്സ്റ്റ് ആണ് ബൈനിയൽ പ്ലാന്റ്സ്, അതായത് 2 വർഷം നിൽക്കുന്ന പ്ലാന്റ്സ്. അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഡയാന്തസ്. അപ്പോൾ ഈ ഡയാന്തസ് പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതും നല്ലൊരു കെയറിങ് കൊടുക്കേണ്ട ചെടിയാണ് ഈ ഡയാന്തസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് ബൈനിയൽ പ്ലാന്റ്സ് ആണ്. ഏകദേശം ഒരു 2 വർഷത്തോളം നമ്മുടെ കയ്യിൽ ഈ ഡയാന്തസ് പ്ലാന്റ്സുകൾ നിർത്തും. അപ്പോൾ ഈ ഡയാന്തസ് പ്ലാന്റ് കുറച്ചും കൂടി കാലം നമ്മുടെ കയ്യിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെഡ് ഹെഡിങ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലത്തെ മിക്ക ഫ്ലവേഴ്സും തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഫ്ലവറിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും ചെടികളിൽ നിർത്താനായിട്ട് പാടില്ല. അത് നമ്മൾ അപ്പം തന്നെ ഇതുപോലെ നുള്ളിയെടുത്ത് കളയണം. എത്രയും പെട്ടെന്ന് നമുക്ക് ചെടി കഴിഞ്ഞ് അപ്പം തന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം നുള്ളിയെടുത്ത് കളയണം. കണ്ടോ, അതാണ് ഡയാന്തസ് ചെടികൾ കുറച്ചും കൂടി നാളെ നമ്മുടെ കയ്യിൽ നിൽക്കാനുള്ള ഒരു ടിപ്പ്. ഇനി നമ്മുടെ തോട്ടത്തിൽ ഒരുപാട് കാലം ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പെരിനിയൽ ഫ്ലവേഴ്സ്. പെരിനിയൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് ഈ റോസാപ്പൂവ്, അതുപോലെ മുല്ലപ്പൂ, അതുപോലെ ട്രംപറ്റ് വൈൻ, ബൊഗോൺ വില്ലാസൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്താവുന്ന പെരിനിയൽ ഫ്ലവേഴ്സാണ്. വിങ്ക പ്ലാന്റ്സ്, വിങ്കയൊക്കെ പലതരത്തിൽ നമുക്ക് കിട്ടുന്ന ചെടികളാണ്. നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പെരിനിയൽ പ്ലാന്റ്സ് ആണ് വിങ്ക. അതുപോലെ പലതരത്തിലുള്ള ചെമ്പരത്തി പ്ലാന്റ്സ്, പിന്നെ ഓർക്കിഡ്സ്, ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഒക്കെ നമ്മുടെ ഒരുപാട് കാലം നിൽക്കും. അപ്പം എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഉണ്ട്. അത് ഏകദേശം ഒരു 5 to 6 ഇയേഴ്സായി ഞാൻ വാങ്ങിയിട്ട്. അതും ഇതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും പൂക്കൾ ഉണ്ടായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡ്സൊക്കെ പെരിനിയൽ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ വളർത്താൻ പറ്റുന്ന ഒരു ചെടികളാണ് മോസ് റോസസ്, അതായത് 10 മണി ചെടികൾ. അത് നമുക്ക് പെരിനിയൽ പ്ലാന്റ്സ് ആയിട്ട് കൂട്ടാൻ പറ്റും. അതായത് ഒരുപാട് കാലം നമ്മുടെ നിലനിൽക്കും. അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിനാവശ്യമുള്ള കെയറിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ എന്നും വസന്തകാലം വിരിയിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് വളർത്താനും പറ്റുന്ന ഒരു ചെടികളാണ് ഈ 10 മണി ചെടികൾ. പിന്നെ നമുക്ക് ഗാർഡനിൽ പലതരത്തിലുള്ള റോസുകൾ വാങ്ങി വളർത്താനായിട്ട് സാധിക്കും. ഈ ബഡ് റോസ് അല്ലാതെ തന്നെ നാടൻ റോസുകൾ നമുക്ക് വളർത്താം. ബഡ് റോസ് ആയാലും അതിന് ആവശ്യമുള്ള കെയറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ നിലനിർത്തും. പല വെറൈറ്റീസിലുള്ള പല വിധത്തിലുള്ള റോസസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഏത് തരത്തിലുള്ള ഫ്ലവേഴ്സാണ് നമ്മുടെ ഗാർഡനിലേക്ക് വേണ്ടതെന്ന് അനുസരിച്ചിട്ട് നമ്മൾ നഴ്സറിയിൽ പോയിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങാം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. എന്താണ് ഒരു ഫ്ലവറിൻ്റെ പർപ്പസ്? ഫ്ലവർ എന്തിനാണ് ചെടികൾ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പരാഗണത്തിനാണ്. ഏതൊരു ജീവിയുടെയും എന്താ പറയുക, അതിൻ്റെ ഒരു സസ്യങ്ങളായാലും ജന്തുക്കളായാലും അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അടുത്തൊരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങളും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പുഷ്പങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വണ്ടുകളായാലും ശലഭങ്ങളായാലും അവരുടെ ആ ബ്യൂട്ടി കണ്ടിട്ട്, ആ സൗന്ദര്യം കണ്ടിട്ട് ചെടികളിൽ വരും, തേൻ കുടിക്കും, അവരുടെ പൂമ്പൊടി അവരുടെ കാലിലൊക്കെ പറ്റും. അത് വേറൊരു ഫ്ലവേഴ്സിൽ ചെന്നിരിക്കും. അങ്ങനെ പരാഗണം നടക്കും, വിത്തുണ്ടാവും, പുതിയൊരു ചെടി ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ചെടി പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നോക്കുന്നത് പിന്നെ എന്തിനാണ്? അതിന് പരാഗണം സംഭവിച്ച് വിത്ത് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം ഇപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നിർത്തിയിട്ട് ആ ഫ്ലവർ കൊഴിഞ്ഞു പോയി നശിക്കാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡെഡ് ഹെഡിങ് ചെയ്യണം. അതായത് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ അതിൽ നുള്ളിയെടുത്ത് കളയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ചെടി ആ ഫ്ലവറിൽ നിന്ന് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ചെടിയുടെ ശ്രദ്ധ മുഴുവൻ എന്തായിരിക്കും? സീഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. അതിൻ്റെ കായകൾ വേറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് പുതിയ സ്റ്റെമ്മുകൾ വരുത്താനോ പുതിയ ലീഫുകൾ വരുത്താനോ ഒന്നും ചെടിക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അതിൻ്റെ ശ്രദ്ധ മുഴുവനും സീഡ് ഉണ്ടാക്കാനായിരിക്കും. അങ്ങനെ സീഡ് വൺസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോകും.
അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വരുത്തുമ്പോൾ നമ്മൾ സീഡ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഒരിക്കലും ചെടീനെ എത്തിക്കരുത്. അതിന് മുമ്പായിട്ട് തന്നെ ഈ പൊഴിഞ്ഞു പോകാറായിട്ടുള്ള ചെടികൾ, ഇപ്പോൾ ഈ റോസ് ചെടികളായാലും കണ്ടില്ലേ, ഈ കുറച്ച് ചെടികൾ എന്താ പറയുക പൂക്കളൊക്കെ കൊഴിയാറായി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ പറിച്ച് കളയണം, അല്ലെങ്കിൽ ചെടി നശിച്ചു പോകും. അതും ഡയാന്തസ് പറഞ്ഞ പോലെ ഡയാന്തസിൻ്റെയും കണ്ടു പഴയ ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ പിഞ്ചി കളയണം. അതുപോലെ ക്രൈസാന്തിയം ആയാലും, ഇതിപ്പോൾ എൻ്റെ എല്ലാം നല്ല പൂക്കളാണ്, ഇവിടെ നാശമായി നിൽക്കുന്ന പൂക്കളുണ്ടെങ്കിൽ അപ്പോൾ വെട്ടിക്കളയണം. ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് വളർത്തുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഇതൊരു ഉപകാരം പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.